അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു യാസീൻ 26 ആയത്ത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തജ്വീദ് സഹിതം ഓതിയില്ലേ. ഇൻഷാ അല്ലാ 27ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം ട്ടോ. ബിമ മീമിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടി ഓതുക കേട്ടോ. ബിമ ഓയിനാണ്. ഇപ്പോൾ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരാണ് ഓയിൻ. ഓക്കെ, ശ്രദ്ധിച്ചു പറയാ കേട്ടോ, ഓതുക കേട്ടോ. ഇവിടെ ലീ ലാമിന്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട് കേട്ടോ, രണ്ടനക്കം നീട്ടി കൊടുക്കണേ. റബ്ബി ഇവിടെ ബിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. മാത്രമല്ല ബീനെ നീട്ടാൻ യാ മദ്ദും കൂടെ വന്നിട്ടുണ്ട് കൂടെ. അപ്പോൾ റബ്ബി കുറച്ച് നീട്ടിക്കൊടുക്കുക, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. റബ്ബി വജഅലനി വാവിനെ ചുണ്ട് കൂർപ്പിച്ച് പറയണം കേട്ടോ, ശ്രദ്ധിക്കണേ. വജഅലനി ഇവിടെ നീ എന്ന് പറഞ്ഞപ്പം നൂനിൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. മീനൽ മുഖ്റമീൻ. മീനൽ മുഖ് കാഫിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, അവിടെ മുഖ് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. മുഖ്റമീൻ നീട്ടി ഓതി നിർത്തിയേ. അടുത്തതായിട്ട് 28ാമത്തെ ആയത്ത്. വമാ أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. തജ്വീദ് നിയമം ഒന്ന് നോക്കേ. വമാ ഇവിടെ നോക്കൂ. വമാ ഒരു വേർഡിൽ മദ്, മറ്റൊരു വേർഡിൽ ഹംസ അല്ലേ. ഇവിടെ എത്രയാ നീട്ടേണ്ടത് നമുക്കറിയാം അല്ലേ, നമ്മൾ ഇത്രയും പഠിച്ചു, നമുക്കറിയാം. ഇവിടെ 2 മുതൽ 4 അനക്കം വരെ നീട്ടി ഓതാം. വമാ അൻസൽന. ഓക്കെ, അൻസൽന എന്ന് പറയരുത് കേട്ടോ, നൂന് സുക്കൂനില്ലേ. അൻസൽന ഞാനിവിടെ 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ഇവിടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. അല ഇതിൻ്റെ ഉള്ളിലും 2 അനക്കം നീട്ടി കൊടുക്കണം. ഔമിഹി ഇവിടെ ഹന് ശേഷം ചെറിയൊരു ചിഹ്നം കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അവിടെ നമ്മൾ കുറച്ച് നീട്ടി കൊടുക്കുക എന്നതാണ് ആ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔമിഹി ഹന് കുറച്ച് നീട്ടി കൊടുക്കുക. ഓക്കെ. മിം ബഅദിഹി. മിം നോക്ക്, നൂനിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് മീം അല്ലേ. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് ആ നൂനിനെ മിൻ എന്ന് പറയാതെ മീമിൻ്റെ ശബ്ദമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. നൂനിൻ്റെ ശബ്ദത്തെ മാറ്റി മീമിൻ്റെ ശബ്ദമാക്കും. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റിമറിച്ചു അല്ലേ. മാറ്റിമറിച്ചാൽ മാത്രം പോരാ, മാറ്റിമറിച്ച് മണിച്ചുകൊണ്ട് ഓതണം. ഓക്കെ, ഈ ഒരു മീമിന് ശേഷം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വരുന്ന ലെറ്റർ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ ബ ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റിമറിച്ച് മണിച്ച് വേണം ഓതാനായിട്ട്. അപ്പം എങ്ങനെ ഓതും? മിം ബഅദിഹി. ഓക്കെ, മിം ബഅദിഹി. ഐന് സുക്കൂനുണ്ട്, ബഅദിഹി എന്ന് ഓതരുത് കേട്ടോ. ബഅദിഹി. ഇവിടെയും കണ്ട ഹ കഴിഞ്ഞിട്ട് ഒരു ചിഹ്നമുണ്ട്, അവിടെ കുറച്ച് നീട്ടി കൊടുക്കണം കേട്ടോ. ബഅദിഹി. മിൻ എന്ന് പറയരുത്. ഇവിടെയും നൂൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ. ഇതേപോലെ തന്നെ ജുന്തി എന്ന് പറയരുത്, മിൻ എന്നും പറയരുത്. ജുന്തി അല്ലേ. ജുന്തിമീന. ഇവിടെ തെൻവീനു ശേഷം മീമു വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം കേട്ടോ.
ജുന്ദിം മീന. ഓക്കെ, ജുന്ദിം മിനസ്സമാഇ. മിനസ്സമാഇ. ഇവിടെ മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. ആ ഒരൊറ്റ പദത്തിൽ തന്നെ ഹംസയും വന്നിട്ടുണ്ട്. ഒറ്റ പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വന്നു. അപ്പം നമ്മൾ അവിടെ എത്ര അളവാണ് നീട്ടുക? നമ്മൾ പഠിച്ചതാണ്. 4 5 ഹറക്കത്തിൻ്റെ അളവിൽ നമ്മൾ നീട്ടിക്കൊടുക്കണം. 4 5 അനക്കം നമ്മൾ നന്നായിട്ട് നീട്ടിക്കൊടുക്കണം. സമഇ. ഓക്കെ, വമ ഇവിടെ 2 അനക്കം നീട്ടുക കേട്ടോ. വമ കുന്ന. ഇവിടെ നൂന് ശ്രദ്ധയുണ്ട്, മണിച്ചോദ്യം ചെയ്യുക, 2 അനക്കം നീട്ടുകയും ചെയ്യുക. കുന്ന മുൻസിലീൻ. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും? മറച്ച് മണിച്ചോദൂലേ. മുൻസിലീൻ. ഓക്കെ, അടുത്തതായിട്ട് 29ാമത്തെ ആയത്ത്. ഇൻ കാനത് ഇല്ലാ സ്വയ്ഹതൻ വാഹിദതൻ ഫഹിദഹും ഖാമിദൂൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം. നൂൻ്റെ മുകളിൽ സുക്കൂനില്ലല്ലോ, നമ്മൾ എങ്ങനെ ഓതും? ഇൻ എന്ന് ഓതില്ല. ഓക്കെ, കാനത്. കാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, കുറച്ച് നീട്ടി കൊടുക്കണം കേട്ടോ. കാനത്. ൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ ഥ് ഥ് എന്നുള്ളൊരു സൗണ്ട് വരണം. ഒരു കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം പറയാനായിട്ട് കേട്ടോ. കാനത്. ഓക്കെ, ഇല്ല. ലാമിന് ഷദ്ദും വന്നിട്ടുണ്ട്, മദ്ദും വന്നിട്ടുണ്ട്. ഒന്ന് കട്ടി കൂട്ടുകയും വേണം, 2 അനക്കം നീട്ടുകയും വേണം. ഓക്കെ, ഇല്ല. സ്വയ്ഹതൻ. സ്വയ്ഹതൻ വ. നോക്കൂ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് തൻവീനിന് ശേഷം വാവ് വന്നാൽ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം എന്നല്ലേ. സ്വയ്ഹതൻ വാഹിദതൻ. കണ്ടോ? സ്വയ്ഹതൻ വാവിനെ ഇവിടെ നീട്ടി കൊടുക്കണം കേട്ടോ, 2 അനക്കം. വാഹിദതൻ വാഹിദതൻ. ഇവിടെ തെൻ എന്ന് ഓതില്ല കേട്ടോ. തെൻ വരണമെങ്കിൽ 2ഉം ഒരുമിച്ച് വരണം. പക്ഷെ 2ഉം വേറെ വേറെയാണല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഓതും? വാഹിദതൻ. നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് വേണം പറയാൻ. വാഹിദതൻ. ഫഇദ. ഫഇദ അവിടെ 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ഫഇദ ഹും. മീമിന് സുക്കൂനുണ്ട്, വ്യക്തമായിട്ട് ഹും എന്ന് ഓതുക കേട്ടോ. ഹും ഖാമിദൂൻ. ഖാമിദൂൻ. ഖ ഖ. തൊണ്ടേൻ്റെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന ലെറ്ററാണ് ഖ. ഖാന് 2 അനക്കം നീട്ടുകയും കൂടെ വേണം കേട്ടോ. ഖാമിദൂൻ. ഖാമിദൂൻ. നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.